ചില വാദ്യോപകരണ സൗണ്ടാണ്. ആദ്യമായി തബല, അടുത്തതായിട്ട് മൃദംഗം, ഇതിനടുത്തതായിട്ട് ഇടയ്ക്ക, ഇനി വേദി നടന്മാരെ അനുഭവത്തെയാണ്. ആദ്യമായി വിജയ രാഘവൻ. ഒരു കല്യാണമൊക്കെ കഴിക്കണം സർവറെ. ഒരു കാലത്ത് ഡൽഹിന്നും കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ തൊഴിലായിരുന്നു. സ്വന്തം ജാതിയുള്ള വീട്ടൊക്കെ വെച്ചപ്പോഴേ ചെത്തിക്കളയുമ്പോ ഉളവില് പോയി പണ നോക്കണത് എല്ലാം വലിയ ഉള്ളിവാ നടച്ച കൊല്ലണ്ട. അടുത്തതായി MS തൃപ്പൂണിത്ത. എന്റെ പേരെ തനിക്കറിയില്ലോട്ട് പറഞ്ഞ രാവിലെ കളിച്ചിരിച്ച് ഓടയിൽ പോയ കുട്ടിയാ. തിരിച്ചു വന്നത് ഒഴിയാ പാതയണ്ട. താൻ അവിടെ വരാനും വരണം. ആ പാതയെന്ന് ഒഴിക്കണം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് അടുത്തതായി ജനാർദ്ദനൻ. എട്ടുകുട്ടി തോമാച്ചു എട്ടുകാല് തല്ലി ഒഴിക്കുന്ന കാര്യം അവറ്റുകാലം എട്ടുകുട്ടി തോമാച്ചു. അടുത്തതായി ലാലു അലക്സ്. സാറിന്റെ ഓർക്കുന്നുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് മെഡിക്കൽ വിത്ത് മുദ്രാവാക്യം വിളിച്ചു നടന്ന ആ ഗുസ്തിക്കാരൻ കൊച്ചനെ, അവനെ കുറിച്ചുള്ള വാർത്തകൾ മറ്റും വന്നപ്പോ കോരസാർ എന്നോട് പറഞ്ഞു പോകും അവരെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന്. എന്റെ കൊച്ചനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ ഈ പേര് മാറ്റി ഞാൻ അങ്ങ് വിളിക്കും. പാർട്ടി ഉള്ളതൊന്നും എനിക്ക് വിഷയമല്ല. അടുത്തതായി NN പിള്ള. എന്തൊക്കെയാണോ ഞാൻ പറഞ്ഞേ? എന്റെ ലക്ഷ്മിക്കുട്ടി പിടഞ്ഞു പിടഞ്ഞു മരിച്ചത് ഞാൻ പറഞ്ഞോ? എടാ ഷാമിനാഥ, എടാ വീരഭദ്ര, ഇവിടെ വിടാനാടാ പറഞ്ഞേ? അടുത്തതായി ശങ്കരാടി. എടാ ശാകലം കൊപ്രാക്കുന്നു, ശാകലം തേങ്ങാക്കും, കൂട്ടിക്കൊടുത്ത് ചടയിലൊട്ട് പിടിപ്പിടിച്ച പാല് ചടയിലേക്ക് പോരും. അടുത്തതായി അസീസ്. ആഹാ, പണിക്കറി ഷാറൊരു ഉമ്മാടിക്കുന്നേ. ഇവളുടെ തള്ളേനെ എനിക്ക് നല്ലതുപോലെ അറിയാം. എന്റെ പഴയ 10 പണിക്കാരെയല്ലായിരുന്നു, നീ അങ്ങ് കൊടുത്തു പോയല്ലോടി. അടുത്തതായി ഗാനമന്ത്രി വിശ്വാസം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഭൂമിയില് വരുവാനും പാടുവാനും സാധിച്ചത് ജഗദീശ്വരന്റെ അനുഗ്രഹമാണ്. ആരും ജാതിയുടെയോ മതത്തിന്റെയോ പേരില് കലഹിക്കരുത്. ഇതോടെ ചെറിയ ഇവിടെ കഴിയണം.